ദേ ചക്കയാണേ. ഞാൻ ആ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ചേട്ടൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അവിടുത്തെ അമ്മ എനിക്ക് അടത്തിയിട്ട സമയത്ത് കറ വണ്ടിയിലും തുണിയിലും ഒക്കെ പറ്റാതിരിക്കാൻ വട്ടയില വെച്ച് ചുറ്റിയിട്ടൊരു വള്ളിയാക്കിയിട്ട് കെട്ടിത്തന്നു. അപ്പം ഞാനിതെല്ലാം ചെത്തി വൃത്തിയാക്കി എടുക്കട്ടെ. എനിക്ക് ഇന്നും നാളെയൊന്നും വേവിക്കാനല്ല, ഇതെനിക്ക് ഫ്രിഡ്ജിൽ വെച്ചേക്കാനാണ്. അപ്പോൾ ചക്കയില്ലാത്ത സീസണിൽ കൊതി തോന്നുമ്പം അല്ലേ തന്നെ ചക്ക എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ചക്ക അതെടുത്ത് വേവിക്കാൻ ഇപ്പോഴേ അത് റെഡിയാക്കി ഫ്രിഡ്ജിൽ വെക്കാനാണ്. അപ്പം ഞാൻ വീഡിയോയിൽ കാണിക്കാം ബാക്കിയൊക്കെ. ഓക്കെ. അപ്പോൾ വെട്ടിരുമ്പിനകത്തൊക്കെ എണ്ണ തൂത്ത് എടുത്തിട്ടുണ്ട്. അത് ആ കയ്യിലും ഒന്ന് തൂക്കും, അരക്ക് പറ്റാതിരിക്കാൻ. അപ്പോൾ വെട്ടിരുമ്പയിൽ അരക്കൊന്നും ആകില്ല, അതിനാണ് ഇങ്ങനെ പുരട്ടി വയ്ക്കുന്നത്. ഇനി ചക്ക വൃത്തിയാക്കാൻ പോവാണ്. അതിനിങ്ങനെ കുത്തി നിർത്തും. ദേ ഈ കെട്ട് ഞാൻ അഴിച്ചു വിട്ടിട്ടില്ല, വട്ടയിലയുടെ കെട്ട് ഞാൻ അഴിച്ചു വിട്ടിട്ടില്ല. അപ്പോൾ അരക്ക് വരും. ഇപ്പോൾ അടത്തിയ ചക്കയാണ്. അപ്പോൾ ഇതെങ്ങനെ വൃത്തിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ചക്ക നിർത്തി ഇങ്ങനെ ചെത്തിയെടുക്കുക. ദേ കണ്ടോ, ഇതേപോലെ ഇത് ഫുള്ള് ചെത്തിയെടുക്കണം. ഇതറിയാത്തവർക്ക് ഇച്ചിരി കഷ്ടപ്പാടായിട്ട് തോന്നും, അറിയുന്നവർക്ക് ഈസി ആയിട്ട് ചെയ്യാനും പറ്റും. ഇതേ അരക്കിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഒരു പേപ്പറോ വട്ടയിലയോ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ തുടച്ച് കൊടുക്കാം. ഇത് വിളവായ ചക്കയാണ്. അരക്കും വെള്ളവും കൂടെ വന്നാൽ ചക്ക വിളഞ്ഞ ചക്കയാണെന്ന്. ഇങ്ങനെ അരക്ക് തുടച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിലും ആവത്തില്ല, പണിയും എളുപ്പമാകും. ഇതേ ചക്കയെല്ലാം ചെത്തി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കൊത്തിയിടാമേ. ഇതേ ചക്ക ഇങ്ങനെ കൊത്തിയിടണം. അപ്പോൾ ചക്കക്കുരു നഷ്ടമാവത്തില്ല. കൂഞ്ഞും നല്ല കൂഞ്ഞാണെങ്കിൽ എടുത്ത് തോരനും കറികളും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. മടൽ നല്ലതായിട്ട് ചെത്തിയതായിരിക്കണം. അപ്പോൾ ഇങ്ങനെ കൊത്തിയിടാനെ കൊണ്ട് എളുപ്പമാവും. ദേ ചക്കയെല്ലാം വെട്ടിപ്പറക്കിയിട്ടിട്ടുണ്ട്. കൂഞ്ഞ് ഇതേപോലെയും കിട്ടും. ഇത് കറി വെക്കാൻ കൊള്ളത്തില്ല, തടി പോലെ ഇരിക്കുന്നു. ഇത് നമുക്ക് കളയാം. അപ്പോൾ ചക്കയൊക്കെ വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ചക്കയെല്ലാം വൃത്തിയാക്കാം നമുക്ക്. ചകണിയൊക്കെ കളഞ്ഞ് ചക്കക്കുരുവൊക്കെ കളഞ്ഞ് എടുക്കാം. ഞാൻ ഇതെല്ലാം പൊളിച്ചെടുത്തിട്ട് ലാസ്റ്റിലേ അരിയുന്നുള്ളൂ. ദേ ചക്ക ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കവറിനകത്താക്കി ഫ്രിഡ്ജിൽ വയ്ക്കാവേ. ഇങ്ങനെ വെച്ചാൽ 1 വർഷം വരെ നമുക്ക് എടുത്ത് ഉപയോഗിക്കാം. നമുക്ക് എത്രയാണോ ആവശ്യം അത് മാത്രം കവറിനകത്ത് കെട്ടി വെക്കണം. ഇതിപ്പോൾ ഞാൻ കവറിനകത്താക്കാൻ പോവാം. ദേ ചക്ക ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വയ്ക്കാം.
ചക്കയൊക്കെ തീർന്ന് കൊതി തോന്നുമ്പോൾ നമുക്ക് എടുത്തിത് വേവിക്കാം. അരിഞ്ഞു വെച്ച ചക്ക നമ്മൾ ഫ്രീസറിലാണ് സൂക്ഷിക്കേണ്ടുന്നത്, എങ്കിലേ ഇത് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റത്തുള്ളൂ.